BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. അമേരിക്കയുടെ 21 കേന്ദ്രങ്ങളിൽ ഇറാന്റെ ആക്രമണം. ബഹ്റൈനിലും കുവൈത്തിലും ജോർദാനിലെയും US കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് ഇറാന്റെ തിരിച്ചടി. ഇറാനിലെ 20 കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് അമേരിക്ക നടത്തിയ ആക്രമണത്തിന് ഉചിതമായ മറുപടി നൽകുമെന്ന് ഇറാൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ബഹ്റൈനിലെ 5th ഫ്ലീറ്റ് താവളം ഇറാൻ ആക്രമിച്ചു. ഇറാന്റെ ആക്രമണം ഉണ്ടായെന്ന് കുവൈത്തും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ജോർദാനിൽ അമേരിക്കയുടെ F-35 ഫൈറ്റർ ജെറ്റ് ഹാങ്ങർ ഇറാൻ ലക്ഷ്യം വെച്ചു. US-ന്റെ ഒരു MQ-9 ഡ്രോൺ തകർത്തു എന്നും ഇറാൻ അവകാശപ്പെട്ടു. ബഹ്റൈൻ ഇന്ന് 2 തവണ മുന്നറിയിപ്പ് സൈറൻ മുഴങ്ങിയിട്ടുണ്ട്. സുരക്ഷിത സ്ഥാനങ്ങളിൽ തുടരാനാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അധികൃതർ നൽകുന്ന സുരക്ഷാ നിർദ്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും പാലിക്കാൻ കുവൈത്ത് സേന ആവശ്യപ്പെട്ടു. ജോർദാനിലെ വ്യോമതാവളത്തിലെ F-35 ഫൈറ്റർ ജെറ്റ് ഹാങ്ങറുകൾ, ഒരു കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ എന്നിവയുൾപ്പെടെ ബേസിലെ 4 നിർണായക ലക്ഷ്യങ്ങൾ മിസൈൽ ആക്രമിച്ച് നശിപ്പിച്ചതായി ഇറാൻ IRGC പുറത്തുവിട്ട പ്രസ്താവനയിൽ അവകാശപ്പെട്ടിട്ടുണ്ട്. അതേസമയം ഹെലികോപ്റ്റർ വീഴ്ത്തിയതിന് തിരിച്ചടിച്ചു എന്നാണ് ഇറാനിലെ 20 കേന്ദ്രങ്ങളിലെ ആക്രമണത്തെക്കുറിച്ച് അമേരിക്കയുടെ പ്രതികരണം. തിങ്കളാഴ്ച ഹോർമൂസ് കടലിടുക്കിന് മുകളിലാണ് ഇറാൻ സൈന്യം US ഹെലികോപ്റ്റർ വെടിവെച്ചിട്ടത്. തുടർന്ന് ഇറാനെതിരെ സ്വയം പ്രതിരോധ ആക്രമണം നടത്തിയതായി US സൈന്യത്തിന്റെ സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ശക്തമായി തിരിച്ചടിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ആക്രമണം പൂർത്തിയായെന്നും സെൻട്രൽ കമാൻഡ് പറഞ്ഞു. ഇറാനിലെ തെക്കൻ ദ്വീപുകൾ ലക്ഷ്യമിട്ടായിരുന്നു പ്രധാനമായും അമേരിക്കയുടെ ആക്രമണം. സിരിയയിൽ 2 ജലസംഭരണികൾ അമേരിക്ക തകർത്തു എന്ന് ഇറാൻ അറിയിച്ചിട്ടുണ്ട്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.